ഇന്ന് നമുക്ക് നാരങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. നാരങ്ങ പുഴുങ്ങി ഞാൻ കീറി പീസായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ വേണ്ട സാധനങ്ങളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വിനാഗിരി, ഇത് നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ പിക്കിൾ പൗഡർ, ഉലുവ, കടുക്, കറിവേപ്പില, അങ്ങനെ എല്ലാം എടുത്ത് വെച്ചു. പിന്നെ ചട്ടി വെച്ചു, ചൂടായി, കടുകിട്ടു. ഈ കടുക് എണ്ണയിലേക്ക് ഇട്ടു കേട്ടോ. ആദ്യം കുറച്ച് ഞാൻ ഇട്ട് നോക്കി, കാരണം അത് എനിക്ക് ഈ കടുക് പൊട്ടിത്തെറിക്കണത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പം ഈ ഉണ്ണിയാണ് എനിക്ക് കടുകെടുത്ത് കയ്യിലേക്ക് തന്നത് കേട്ടോ. കടുക് കയ്യിൽ മേടിക്കാവോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എടുത്ത് തന്നപ്പോൾ ഞാൻ മേടിച്ചു, അതിട്ടു. ആ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം നമ്മുടെ സാധനങ്ങൾ ഇടാം കേട്ടോ. മറ്റേ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്ന മുളകല്ലോ, പച്ചമുളക് എല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇടാം കേട്ടോ. അതൊരു നല്ല ബ്രൗൺ നിറം ആകുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇടണം കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെന്താ പിക്കിളിൻ്റെ പൊടിയില്ലേ അതും ഇട്ടു. അതും കൂടെ ഇട്ടിട്ടാണ് നല്ല ബ്രൗൺ നിറം ആകുന്നിടം വരെ നമ്മൾ ജസ്റ്റ് ചെറുതീലിങ്ങനെ വഴറ്റി കൊടുത്തു കേട്ടോ. അത് ഉണ്ണിയാണ് ഇട്ടത്. ഉണ്ണിക്ക് ഈ കുക്കിങ് കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനിങ്ങനെ എൻ്റെ കൂടെ കൂടാറുണ്ട്. അപ്പോൾ അത് നല്ല ബ്രൗൺ നിറം വരെ ചെറുതീയിൽ നിർത്തി ഇങ്ങനെ ചെറുതായി ഇളക്കിയൊക്കെ കൊടുത്ത് കൊണ്ടേയിരുന്നു കേട്ടോ. നല്ല ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നാരങ്ങ ഇട്ടു. ഇത് പുളിയുള്ള നാരങ്ങയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചേട്ടായി എവിടുന്നോ കൊണ്ടുവന്നതാണ്. പുളി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇതരിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പുളിയുടെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അത് കിട്ടണുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ നേരം എല്ലാം കൂടിയിട്ട് ഇളക്കി എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് ചെറുതീയിൽ കുറച്ച് നേരം നിർത്തി ഞാനങ്ങോട്ടോ. അന്നേക്ക് ഉണ്ണി ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്, സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാണ് ഇതൊക്കെ ചെയ്യണത്. അതിനിടയ്ക്ക് അവനൊരു കാര്യം എന്നോട് ചോദിച്ചു. തരാലോ. അപ്പോൾ അവൻ ചോദിച്ച കാര്യം കൈയോടുകൂടി ഞാൻ അങ്ങ് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഇളക്കി ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കേട്ടോ, കാരണം എല്ലാം കൂടി ഒന്ന് സെറ്റായി വരണമല്ലോ. പിന്നെ നാളത്തേനുള്ള ഉഴുന്നും പച്ചരിയും കുറച്ച് ഉപ്പും ചോറും കൂടി ഇട്ട് ഞാൻ അരച്ച് വെച്ചു കേട്ടോ. കാരണം നാളെ ദോശ ഉണ്ടാക്കാന്നുള്ളതാണ്. ഇഡ്ഡലി ഇവിടെ ആർക്കും ബോധിക്കില്ല. എനിക്ക് പിന്നെ ഇഡ്ഡലിയും ബോധിക്കില്ല, ദോശയും ബോധിക്കില്ല. എങ്കിലും ഉണ്ണിക്ക് ദോശയൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അവൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. ദോശയും ചമ്മന്തിയൊക്കെ ആണെങ്കിൽ അവൻ കഴിച്ചോളും, അവനും വലിയ ഇഷ്ടമാണ്. അപ്പം നമുക്കിഷ്ടമല്ലെങ്കിലും അവർക്കിഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ നാളെ ദോശയും ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചു കേട്ടോ. അപ്പം